കുഴി കുഴി വഴി എന്നുള്ളതൊക്കെ കുഴി കുഴി കുയി കുയി കുയിന്നായി മാറി. 2 വർഷമാണ് കാലവർഷം, തുലാവർഷം. പുറമെ അടുത്ത കാലത്ത് ആയിട്ട് വല്ലാണ്ട് കയറി വരുന്നൊരു വർഷമുണ്ട്, അതാണ് അസഭ്യവർഷം. HI ഹാപ്പിനെസ് ഇൻഡെക്സ് ചുരുക്കി പറഞ്ഞ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ടില് രാത്രി മഴ പെയ്തു തോർന്ന നേരം, അപ്പം മഴ പെയ്തു തോർന്നപ്പോൾ ഉണ്ടായി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി എന്നാണ്. അത് ONV സാറിൻ്റെയും ദേവരാജ മാഷിയും സൃഷ്ടിയാണ് ആ ഗാനം. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ എന്ത്, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. ഇപ്പം മഴത്തുള്ളികൾ ചളിവെള്ളം നിറഞ്ഞിടുമീ നാടൻ കുഴി, ചളിവെള്ളം നിറഞ്ഞിടുമീ ഹൈവേ കുഴി, കുഴി കുഴി വഴി എന്നുള്ളതൊക്കെ കുഴി കുഴി കുയി കുയി കുയിന്നായി മാറി. അതവിടെ. അപ്പോൾ മഴയെപ്പറ്റി കവിത ചൊല്ലി ഇങ്ങനെ ചാരികസേര കിടന്ന് മഴ കണ്ട് ആസ്വദിക്കണമെങ്കിൽ നല്ല വീടുള്ളവർക്ക് പറ്റുള്ളൂ. പുഴവക്കത്ത് വീടുണ്ടാവുക, അല്ലെങ്കിൽ തീരദേശങ്ങളിൽ താമസിക്കുക, അവർക്കൊക്കെ മഴ ഒരു പേടി സ്വപ്ന. വീടൊലിച്ചു പോവോ എന്നവർക്ക് പേടി സ്വപ്നമാണ്. അപ്പം മഴയുടെ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് മഴയുടെ കാര്യത്തിൽ പ്രധാനമായിട്ട് 2 മഴയുണ്ട്. 2 വർഷം ആണ്, കാലവർഷം, തുലാവർഷം. ഇങ്ങനെ 2 വർഷം ആണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. മൺസൂൺ എന്നാണ്. സൂൺ എന്ന് പറഞ്ഞാൽ വേഗം, മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണ്, വേഗം മണ്ണാവുക. ഇപ്പോൾ മഴ വല്ലാണ്ട് പോയാൽ മൺസൂണാവും, വേഗം മനുഷ്യൻ മണ്ണടിയും, മരിച്ച് മണ്ണടിയും. മനുഷ്യ നീ മണ്ണാകുന്നു എന്നല്ല, മനുഷ്യ നീ മൺസൂണാകുന്നു, നീ വേഗം മണ്ണാകുന്നു എന്ന് പറയേണ്ടി വരും ഈ നിലയ്ക്ക് പോയാൽ. 2 വർഷമാണ് കാലവർഷം, തുലാവർഷം. പുറമെ അടുത്ത കാലത്ത് ആയിട്ട് വല്ലാണ്ട് കയറി വരുന്നൊരു വർഷമുണ്ട്, അതാണ് അസഭ്യവർഷം. അതെ, അസഭ്യവർഷം. തുലാവർഷത്തിനും കാലവർഷത്തിനും നമുക്ക് കുട പിടിക്കാം, നല്ല ശീലക്കുട പിടിക്കാം, ഓലക്കുട പിടിക്കാം. ഓലക്കുട ഇനി അത്ര ശീലക്കുട. പണ്ടൊരു നമ്പൂരി ഓലക്കുട പിടിച്ചുകൊണ്ട് പോവുക. എല്ലാവരും ശീലക്കുട ഉപയോഗിക്കുന്ന കാലത്ത് നമ്പൂരി ഓലക്കുട പിടിച്ചിങ്ങനെ പോവുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതെന്താ എല്ലാവരും ശീലക്കുട പിടിക്കുമ്പോൾ അങ്ങ് മാത്രം ഓലക്കുട പിടിക്കണേ? ഇത് ശീലക്കുടയാണ്. ഇത് ശീലക്കുടയോ? ഓലക്കുടയല്ലേ, ഇത് മടക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഈ കുടയാണ് എനിക്ക് ശീലം. ശീലായ കുട ശീലക്കുട. അങ്ങനെ ഓലക്കുട പിടിക്കാം, ഓലക്കുട, ശീലക്കുട, ഇരിങ്ങാലക്കുട പിടിക്കാം, പല കുടകളുണ്ട്, ഇതൊക്കെ പിടിക്കാം. പക്ഷെ അസഭ്യവർഷത്തിന് പിടിക്കാവുന്ന കുട ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ അസഭ്യവർഷത്തിന് പിടിക്കാവുന്ന കുട കണ്ടെത്താം, അവർക്ക് വേണമെങ്കിൽ ഡോക്ടറേറ്റ് കൊടുക്കാം. ഇപ്പം അങ്ങനെയാണല്ലോ, സർവകലാശാലകൾ നടന്ന് ഡോക്ടറേറ്റ് കൊടുക്കുക. പിടിച്ചോ, ഓണററി ഡോക്ടറേറ്റ്. അങ്ങനെ പോണവർക്കൊക്കെ ഇങ്ങനെ അലങ്കാര ഡോക്ടറേറ്റ്, അത്ര അലങ്കാര മത്സ്യം പോലെ അലങ്കാര ഡോക്ടറേറ്റ്, അതായത് കൊടുക്കുക. അപ്പോൾ അസഭ്യവർഷത്തിനുള്ള കുട ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ, മഴക്കാലത്തോടൊത്ത് പണ്ട് ഈ ജൂൺ 1-ാം തീയതിയാണ് കേരളത്തിൽ കാലവർഷം ആരംഭിക്കുക. ജൂൺ 1-ാം തീയതിക്ക് എന്താ പ്രത്യേകത? ജൂൺ 1-ാം തീയതിക്ക് എന്താണ് പ്രത്യേകത എന്നാണെങ്കിൽ, അന്നാണ് സ്കൂൾ തുറക്കുക. സ്കൂൾ എന്നാണ് ഇംഗ്ലീഷിൽ. നമ്മുടെ നാട്ടിൻ പുറത്ത് പല ആൾക്കാരും സ്കൂള് എന്ന് പറയും. അപ്പോൾ സ്കൂൾ തുറക്കുന്നത് എന്നാണ് ജൂൺ 1-ാം തീയതിയാണ്. അന്ന് തന്നെയാണ് കാലവർഷം തുടങ്ങിയ. മെയ് 31-ാം തീയതി വരെ കർശനമായിട്ടുള്ള വെയില. അതെ, അത് മാറി സ്കൂൾ തുറക്കുന്ന ജൂൺ 1-ാം തീയതിയാണ് എന്താരംഭിക്കുന്നത്? കാലവർഷം ആരംഭിക്കുന്നത്. ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ആ ചടങ്ങ് പോലെ പല സംഘടനകളും, അത് നല്ല കാര്യമാണ്, പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക. അതെ, മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുക. അത്ര മികച്ച വിജയം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. അതെ, ജീവിതത്തിലെ വിജയവും പരീക്ഷയിലെ വിജയവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പരീക്ഷ ജയിച്ചവരൊക്കെ ജീവിതത്തിൽ ജയിച്ചോളണമെന്നും പരീക്ഷ തോറ്റവരൊക്കെ ജീവിതത്തിൽ തോറ്റോളണമെന്നും യാതൊരു നിർബന്ധമില്ല. അത് ആദ്യം പഠിപ്പിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ 100-98 കിട്ടിയ കുട്ടി പോയിട്ട് തൂങ്ങിച്ചാവും. അതെ, അപ്പോൾ അത് പഠിപ്പിക്കരുത്. പഠനോപകരണം വിതരണം ചെയ്ത് പറഞ്ഞാൽ സ്ലേറ്റ് ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാട്ടോ. സ്ലേറ്റ്, പുസ്തകം, കൊട, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഒക്കെ കൊടുക്കുക. പക്ഷേ ഏറ്റവും വലിയ പഠനോപകരണം വിതരണം ചെയ്യാൻ പറ്റില്ല.
അത് അവനവൻ്റെ മനസ്സും ബുദ്ധിയാ. ബുദ്ധി കൊണ്ടല്ലേ പഠിക്കുക. ഏറ്റവും വലിയ പഠനോപകരണം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയാണ്. അത് വിതരണം ചെയ്യാൻ പറ്റില്ല. അതിനെ സഹായിക്കാവുന്ന കാര്യങ്ങൾ വിതരണം ചെയ്യാനേ പറ്റൂ. അതുപോലെ ഇപ്പം എന്താപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം. ഞാൻ ഈ കരിയർ ഗൈഡൻസിലല്ല പഠിച്ചത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കരിയർ ഗൈഡൻസ് എന്ന പരിപാടി കേട്ടിട്ടില്ല. ഞാൻ പഠിച്ചത് ചിരിയർ ഗൈഡൻസ് പ്രോഗ്രാം. എങ്ങനെയാണ് ഫലിതമുഷ്ടുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സ്വയം ചിരിച്ചും അങ്ങനെ ജീവിതം ഇങ്ങനെ ആസ്വദിക്കാനുള്ള ആനന്ദവർദ്ധനം. സംസ്കൃതത്തിലൊരു ആലങ്കാരിക ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ആനന്ദവർദ്ധനൻ. ആനന്ദം വർദ്ധിപ്പിക്കുക, അതെ, കലയുടെ ഉദ്ദേശം, സംസ്കാരത്തിൻ്റെ ഉദ്ദേശം, ബോധത്തിൻ്റെ ഉദ്ദേശം, സാഹിത്യത്തിൻ്റെ ഉദ്ദേശം, നാടകത്തിൻ്റെ ഉദ്ദേശം, സിനിമയുടെ ഉദ്ദേശം, ഒരു പരിധി വരെ വിദ്യയുടെയും ഉദ്ദേശം ആനന്ദം വർദ്ധിപ്പിക്കുക. ഹാപ്പിനെസ് ഇൻഡെക്സ് ഇപ്പം അങ്ങനെ വരുന്നുണ്ട്. HI ഹാപ്പിനെസ് ഇൻഡെക്സ് ചുരുക്കി പറഞ്ഞ എന്ന് ചിരിക്കുക. അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക. അതുകൊണ്ട് ആനന്ദം വർദ്ധിപ്പിക്കുക, മറ്റുള്ളവരുടെ ആനന്ദവും വർദ്ധിപ്പിക്കുക, അവനവൻ്റെ ആനന്ദവും വർദ്ധിപ്പിക്കുക. അതിനാണ് എന്തെന്ന് പറയണത്? ചിരിയർ ഗൈഡൻസ്. കടിക്കണ പട്ടിക്ക് എന്തിനാ തല എന്ന് ചോദിച്ച മാതിരി പഠിക്കണ കുട്ടിക്ക് എന്തിനാ സ്കൂള്? ചില്ലക്ഷരമുണ്ട്, എന്ന് ചില്ലക്ഷരങ്ങളുണ്ട്. അത് കള്ള് എന്നുള്ളതിന് ഇത്ര ചില്ലക്ഷരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണത്. നമ്മൾ ചെയ്ത ഒരു അബദ്ധം, പൊതുവിദ്യാലയങ്ങൾ അങ്ങോട്ട് വളർത്തി, അതിൻ്റെ ഒപ്പം പൊതുമദ്യാലയങ്ങളും അങ്ങോട്ട് വളർത്തി. അതെ.